2025 കുംഭമേള ഒരു മഹാമേള അല്ല, അതുക്കും മേലെ. ലോകത്തിലെ ഏറ്റവും വലിയ പൊതു ആരാധന, ജീവിതത്തിലെ എല്ലാ തുറകളിലുമുള്ള തീർത്ഥാടകർ, 40 കോടി ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു മഹാമേള. അതികഠിന തപസ് ചെയ്ത് ജീവിക്കുന്ന, ജീവിത രീതി കൊണ്ട് അനേകം പ്രത്യേകതകൾ ഉള്ള സ്വാമിമാർ ഈ മേളയുടെ പ്രധാന ആകർഷണം. 40 കിലോമീറ്റർ ചുറ്റളവിൽ 4000 ഹെക്ടർ സ്ഥലം, അതിൽ തന്നെ 25 സെക്ടറുകളായി ഇവിടം വിഭജിച്ചിരിക്കുന്നു. 22,000 സ്നാനഘട്ടുകൾ. അതെ, ഈ കാലഘട്ടത്തിലെ ഈ മഹാത്ഭുതം കണ്ടില്ലെങ്കിൽ ഇനി എപ്പോൾ? പിന്നെ ഒന്നും ആലോചിച്ചില്ല. പക്ഷേ പ്രയാഗ്രാജിലേക്ക് ടിക്കറ്റ് അടുത്തെങ്ങും കിട്ടുന്ന ലക്ഷണമില്ല. പിന്നെ അല്പം ആശ്വാസത്തിൽ ഗോരഖ്പൂരിലേക്ക് ടിക്കറ്റ് ലഭിച്ചു. അവിടെ നിന്നും 111 കിലോമീറ്റർ അകലെയുള്ള ബനാറസിലേക്കായി എൻ്റെ യാത്ര. എത്തിയപ്പോൾ വൈകുന്നേരമായി. തിരക്കെന്ന് പറഞ്ഞാൽ ഇതാണ് തിരക്ക്. പ്രയാഗ്രാജിൽ പോകേണ്ടവർ മിക്കവരും ഇവിടെയാണ് താമസിക്കുന്നത്. തന്നെയുമല്ല, കാശി വിശ്വനാഥ ക്ഷേത്രവും ഇവിടെയാണല്ലോ. ഒരു തരത്തിൽ ഒരു റൂം അല്ല, റെസ്റ്റ് ഹൗസ് കിട്ടി. വാടക അല്പം കൂടുതലായിരുന്നുവെങ്കിലും ഇത് കിട്ടിയത് ഭാഗ്യം. പിന്നെ ചിന്ത പ്രയാഗ്രാജിലേക്ക് പോകേണ്ട വഴിയെക്കുറിച്ചാണ്. ഏതായാലും വെളുപ്പിനെ 5:30 തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ധാരാളം ബസ്സുകൾ അങ്ങോട്ടേക്ക് തയ്യാറായി കിടക്കുന്നു. കണ്ടക്ടറും ഡ്രൈവറും ആളിനെ വിളിച്ചു കയറ്റുന്നു. അങ്ങോട്ടേക്ക് മാത്രമല്ല, എല്ലാ റൂട്ടിലേക്കും. പോകുന്ന വഴികളൊക്കെ വീതി കൂട്ടി വൃത്തിയാക്കിയിരിക്കുന്നു. നല്ല ബസ്സുകൾ, കുടുംബമായി യാത്ര ചെയ്യുന്ന ഭക്തർ, എല്ലാവർക്കും ഒരേ ലക്ഷ്യം. പ്രയാഗ്രാജ് ടൗണിനടുത്ത് വഴിയുടെ ചില വശങ്ങൾ പാർക്കിങ്ങിനായി ഒഴിച്ചിട്ടിരിക്കുന്നു. ഏതാണ്ട് 10 മണിയോടെ എവിടെയോ ബസ് എത്തി. എല്ലാവരും ഇറങ്ങാൻ പറഞ്ഞു. ഞാനും ഇറങ്ങി. പിന്നീട് ഷെയർ ഓട്ടോയിൽ കയറി കുറേ ദൂരം സഞ്ചരിച്ച് ഒരിടത്ത് നിർത്തി. അവിടെ നിന്ന് പിന്നെയും നടക്കണം. വഴിയുടെ 2 വശങ്ങളിലും കാഴ്ചയുടെ വസന്തം തന്നെ എന്ന് പറയാം. എല്ലാം ഈ വഴിക്ക് തന്നെ. പിന്നീട് സ്നാനഘട്ട് ചോദിച്ച് അങ്ങോട്ടേക്ക് നടന്നു. ഒരു കൗതുകത്തിനു വേണ്ടി ചരക്ക് കയറ്റുന്ന ഒരു സൈക്കിൾ വാഹനത്തിലാണ് ഇപ്പോഴത്തെ എൻ്റെ യാത്ര. ജനം ഒഴുകുകയാണ്. എല്ലാ തരത്തിലും പ്രായത്തിലുമുള്ള ജനങ്ങൾ. ഇതിനിടയിൽ നടക്കാൻ പ്രയാസമുള്ള ഒരാൾ ഈ വണ്ടിയിൽ കയറാൻ വന്നെങ്കിലും വണ്ടിക്കാരൻ കയറ്റിയില്ല. ഒരുപക്ഷെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ കയറ്റില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയതുമില്ല. അത് മനസ്സിനൊരു മുറിവായി എന്നെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ആയിരങ്ങൾ അല്ല 10,000 ഒരേ ദിശയിലേക്ക്, ഒരേ സ്വപ്നത്തിലേക്ക്, ഒരേ വിശ്വാസത്തിലേക്ക്. ചിലരൊക്കെ ക്യാമറ കണ്ട് ഹായ് പറയുന്നു. എല്ലാ തരത്തിലുമുള്ള വഴിവാണി ഭക്തർ. മിക്കയിടങ്ങളിലും ഗംഗാജലം കൊണ്ടുപോകാനുള്ള ജാറാണ് കൂടുതലായി. ആ രുദ്രാക്ഷം മേടിക്കാതെ പോയതിലുള്ള അതെ, കൗതുകകരമായ കാഴ്ചകൾക്ക് ഒരു പഞ്ഞവുമില്ല ഇവിടെ. നേരിയ മഞ്ഞിൽ ആ ദൂരക്കാഴ്ച ഗംഭീരം തന്നെ. ഇങ്ങനെയൊരു ജനസഞ്ചയം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടേയില്ല. ഇതുവഴിയാണ് സ്നാനഘട്ടിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇവിടെയും ജാറിൻ്റെ കച്ചവടം പൊടിപൂരം നടക്കുന്നുണ്ട്. ഇവിടങ്ങളിൽ ധാരാളം സ്വാമിമാരെ കാണാം. അടുത്തു ചെല്ലാൻ ഒരു ഭയം. ക്യാമറയിൽ വല്ലതും തട്ടിയാലോ? ഈ ഭജൻ പാടുന്ന സ്വാമിമാരുടെ പാട്ടിന്റെ താളത്തിൽ അറിയാതെ ഈ ഭക്തരും തുള്ളിപ്പോകുന്നു. सभी नर नारियों, श्रद्धालुओं एवं तीर्थ यात्रियों का प्रयागराज मेला प्राधिकरण हार्दिक स्वागत एवं अभिनंदन करता है. ഇവിടെയാണ് സ്നാനഘട്ട്.
ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമം. ഇവിടെ മുങ്ങിക്കുളിച്ചാൽ ആത്മാവിനെ ശുദ്ധീകരിക്കാമെന്നും പാപങ്ങളിൽ നിന്ന് മോചനം നേടി മോക്ഷം പ്രാപിക്കാൻ കഴിയുമെന്നുമാണ് വിശ്വാസം. വിചിത്രമായ ആചാരങ്ങൾ, ഭക്തിയുടെ പാരവശ്യം. ആണിനും പെണ്ണിനും പ്രായത്തിനും ഇവിടെ വ്യത്യാസമില്ല. എല്ലാവർക്കും മോക്ഷപ്രാപ്തിയാണ് ലക്ഷ്യം. അധിക നേരം ഭക്തർക്ക് ബുദ്ധിമുട്ട് ഞാൻ മൂലം ഉണ്ടാകേണ്ട എന്ന് കരുതി ഞാൻ തിരികെ നടന്നു. അവിടെയും പുതുമയുള്ള കാഴ്ചകൾ. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തന്നെ. നന്നെ ബോധിച്ചു എന്ന് പറയാം. ഇത് ഇവിടെ കണ്ട മറ്റൊരു കാഴ്ച. ബന്ധുജനങ്ങൾ വേറിട്ട് പോകാതിരിക്കാൻ ഒരു ചരടിൽ കോർത്തിണക്കിയ പോലുള്ള യാത്ര. ഇങ്ങനെ പല ഗ്രൂപ്പുകളും പോകുന്നത് കാണാനിടയായി. അങ്ങനെ 8-9 മണിക്കൂർ നടന്നു. പക്ഷേ ഞാൻ ഏതോ മൂലയിലെത്തിയെന്ന് മാത്രം. ഇവിടെ ഒരു കൂട്ടർ ഭക്ഷണം വിതരണം ചെയ്യുന്നു. നടന്ന് നന്നെ ക്ഷീണിച്ചു എന്നതാണ് വാസ്തവം. മുൻപ് ഓട്ടോയിൽ പോയ ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു, അതും പ്രായവ്യത്യാസമില്ലാതെ. അതെ, ഇത് മഹാമേളയല്ല, അതുക്കും മേലെ. തിരികെ വാരണാസിയിലേക്ക്.